Hello everyone, welcome to Mahima's cooking class. ഞാൻ മഹിമ സൈമൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു ഡേറ്റ് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് ഡേറ്റ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള രീതിയും ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡേറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം, സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 3/4 കപ്പ് ചോപ്ഡ് ഡേറ്റ്സ് ആണ്. കപ്പിലെടുക്കുമ്പോൾ പ്രസ് ചെയ്ത് 3/4 കപ്പ് മെഷർ ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ഇതെല്ലാം കൂടെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് വളരെ സോഫ്റ്റ് ആവും ഡേറ്റ്സ്, അതുവരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടേക്കുന്നത്, ഡേറ്റ്സിനെ സോഫ്റ്റൻ ചെയ്യും. എപ്പോഴും നിങ്ങൾ ബേക്ക് ചെയ്യുമ്പം ആദ്യം തന്നെ നമ്മൾ അവൻ പ്രീഹീറ്റ് ചെയ്തിടണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടുക. ഡേറ്റ്സ് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ബട്ടർ, 125 ഗ്രാം ബട്ടറാണ്, അത് ഇതിനകത്തേക്ക് തന്നെ ചേർക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിനകത്തേക്ക് ഈ ചൂടോടെ തന്നെ ഷുഗർ 3/4 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയല്ല, റെഗുലർ ഷുഗർ 3/4 കപ്പ് അതുകൂടി കൂടെ ചേർക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാനിൽ തന്നെ എല്ലാം നമുക്ക് ചെയ്യാം. കേക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. ചൂടായിട്ടിരിക്കുമ്പം തന്നെ ഈ ഷുഗർ ഡിസോൾവ് ആയി കഴിയുമ്പോൾ കൊക്കോ പൗഡർ 1/2 കപ്പ് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഇത് ആക്ച്വലി ഡേറ്റ്സിൻ്റെ നമുക്ക് ഫ്ലേവറായിട്ടൊന്നും കിട്ടത്തില്ല, ബിക്കോസ് ഡേറ്റ്സ് ഉള്ളതായിട്ട് നമ്മൾ അറിയത്തില്ല. ചോക്ലേറ്റ് കേക്ക് പോലെ തന്നെ ഇരിക്കും, ഇടയ്ക്ക് മാത്രം ഡേറ്റ്സിൻ്റെ ഒരു ബൈറ്റേ കിട്ടത്തുള്ളൂ. ഡേറ്റ്സ് കഴിക്കാൻ മടിയുള്ള പിള്ളേരെ ഡേറ്റ്സ് കഴിപ്പിക്കാനായിട്ട് ഇത് ഐഡിയൽ റെസിപ്പിയാണ്. ഈ മിക്സറിന് നന്നായിട്ട് കൂളാവണം, അതുവരെ വെയിറ്റ് ചെയ്യണം. കൂളായ ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിനകത്തേക്ക് ചേർക്കത്തുള്ളൂ. നിങ്ങളിത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൊക്കോയിൽ കട്ട ഫോം ചെയ്തിട്ടുണ്ട്, ലംസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇളക്കി അത് ഡിസോൾവ് ചെയ്യിക്കണം. ഈ ഡേറ്റ് ചോക്ലേറ്റ് മിക്സ്ചർ നന്നായിട്ട് കൂളായി, ഇതിനെ മാറ്റി വെക്കുകയാണ്. ഇനി അടുത്ത മൈദയിലേക്ക് ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ അരിപ്പയിൽ 3 പ്രാവശ്യം തള്ളിയെടുക്കുക. മാറ്റി വെച്ചു. അടുത്തായിട്ട് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ടുണ്ട്. 3 മുട്ട ഈ ബോളിലേക്ക് ഇടുക. ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇനി നമുക്ക് എല്ലാ മിക്സറോടും ഒരുമിച്ച് കമ്പൈൻ ചെയ്യാനായിട്ടുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായിട്ടൊരു ബിഗർ ബോൾ എടുക്കാം. ഇതിലേക്ക് ഡേറ്റ്സിൻ്റെ മിക്സ്ചർ ആദ്യം ഇടാം. ഡേറ്റ് ആൻഡ് ചോക്ലേറ്റ് മിക്സ്ചർ.
ഇതിലേക്ക് എഗ് മിക്സ്ചർ പകുതി ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മൈദയുടെ മിക്സ്ചർ, മൈദയും ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന എണ്ണയും പകുതിയെ ചേർക്കാം. ഫോൾഡ് ചെയ്തെടുക്കുക. ബാക്കി മൈദ 2 പ്രാവശ്യമായിട്ട് മൈദ ഫുൾ ഇട്ട് ചേർത്തു. ഈ എഗ്ഗിൻ്റെ മിക്സറൂടെ ബാക്കി ചേർക്കാം. ഇപ്പോൾ എഗ് വൈറ്റും ഫ്ലവറും ഒക്കെ നന്നായിട്ട് കമ്പൈൻഡായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇത് നമുക്കൊരു 8 ഇഞ്ച് പാനിലേക്ക് ഒഴിക്കാം. ഞാൻ ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ടുണ്ട്. നിർബന്ധമില്ല, ബട്ടർ പേപ്പർ ലൈൻ ചെയ്തില്ല എങ്കിൽ ബട്ടർ അപ്ലൈ ചെയ്യുക, അതിൻ്റെ മേലെ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് ഒഴിക്കാം. ഈ കേക്ക് ടിന്നിൽ നമ്മൾ ഒഴിച്ചു. ഇതിനെയും പ്രീഹീറ്റ് ചെയ്തേക്കുന്ന അവനിൽ വെച്ചിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. അവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ചില അവനിൽ 40-45 മിനിറ്റൊക്കെ എടുക്കും. അത് ഓരോ അവനിൽ ഇച്ചിരി വ്യത്യാസം വരും. അപ്പോൾ ഞാൻ 35 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാൻ പോവാം. കേക്ക് അവനിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 35 മിനിറ്റ്സോളമായി. നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേക്കിൻ്റെ നടുക്കൊന്ന് പ്രിക്ക് ചെയ്ത് നോക്കുക. ഡ്രൈ ആയിട്ട് വരുന്നെങ്കിൽ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി കൂളാവാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ കേക്ക് അത്യാവശ്യം കൂളായി. ട്രേയിലേക്ക് വെക്കാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കേക്കാണെന്നേ തോന്നത്തുള്ളൂ. ഡേറ്റ്സ് ഉള്ളതായിട്ട് അറിയത്തില്ല. കഴിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അവിടെ ഇവിടെയും ഡേറ്റ്സ് കിട്ടും. വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഐസിങ് കൊടുക്കാം. വേണമെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് പുറത്തൊഴിക്കാം. പിള്ളേരെ ഒക്കെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാം. നല്ല ടേസ്റ്റി കേക്കാണ്. ഇടയ്ക്ക് നമുക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു ഡേറ്റിൻ്റെ ബൈറ്റ് കിട്ടും. അല്ലാതെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുമ്പിൽ നിൽക്കുക. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസിൽ നമുക്ക് കാണാം. ബൈ.